കപ്പയാണ് കേട്ടോ പുഴുങ്ങാൻ പോകുന്നത്. ഇതിവിടെ ഉണക്കി വെച്ചായിരുന്ന കപ്പയായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. ഇപ്പം ഞാൻ ആദ്യം ഇട്ടില്ല കേട്ടോ, ഒന്ന് നന്നായിട്ട് വെന്തോട്ടേന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു തിള വന്ന് പയ്യെ വെന്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് നമുക്ക് വാർത്തെടുക്കണം. ഈ വാർത്തെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഈ തൊണ്ട് ശരിക്കും പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ബ്രൗൺ തൊണ്ടുണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് ചെത്തി കളയും കേട്ടോ. അത് ആദ്യമേ ഉണക്കുമ്പോൾ തന്നെ കളഞ്ഞിട്ട് വെക്കുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇതത് കളയാതെയായിരുന്നു അന്ന് ഉണങ്ങിയത്. അപ്പോൾ അത് എല്ലാം പൊളിച്ച് കളഞ്ഞ് എടുത്ത് റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ, അരമുറി തേങ്ങ, ഒരു സ്പൂൺ പെരിഞ്ജീരകം, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ആ കപ്പ നമ്മളാദ്യം തൊണ്ട് വയ്യ ചെത്തി വെച്ചിട്ടില്ലേ, വേവിച്ച് വെച്ച കപ്പയാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഇത് പാകത്തിന് ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിസിലിടും. വെള്ളം നമ്മൾ ആ അരപ്പ് ചേർത്ത് ഇപ്പം മിക്സിയിൽ അരച്ച് എടുക്കുമല്ലോ, അന്നേരം അത് കഴുകി ഒഴിക്കണ വെള്ളം കൂടെ മതി കേട്ടോ. ഇതിനകത്ത് പെരിഞ്ജീരകം അരച്ച് ചേർക്കണതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൂടാനായിട്ടുള്ളത്. അതുകൂടാതെ നമ്മളിപ്പം പിന്നെ വൻപയർ വേവിച്ചത് അല്ലെങ്കിൽ കടല വേവിച്ചതും ഒക്കെ ഈ കൂടെ മിക്സ് ചെയ്ത് കഴിക്കണേ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി നമുക്ക് വാങ്ങാം. മുതിര വേവിച്ചതും ഈ കൂടെ കഴിക്കാറുണ്ട്. ഷുഗർ പേഷ്യൻസൊക്കെ മുതിരയും കപ്പയും കൂടെ ഒരുമിച്ച്, കപ്പ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് മുതിര വേവിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. അതിന് വേറെ കറി പോലും വേണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. ബീഫ്, ചിക്കൻ, ഫിഷ് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.